ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അസിയഡൂർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത്, നിങ്ങളൊരു സാധാരണ പബ്ജി ഗെയിം പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് പബ്ജി പ്രോ ഗെയിം പ്ലെയർ ആവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സും ട്രിക്കൊക്കെയാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സാധാരണ നമ്മൾ പബ്ജി ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ ബെസ്റ്റ് ഗണ്ണ് ഏതാണ് എന്നൊന്നും നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയണമെന്നില്ല, അതായത് പെട്ടെന്ന് നമുക്ക് അറിയണമെന്നില്ല. അപ്പം നമ്മൾ ഇതൊന്നും അറിയാതെ നിങ്ങൾ പബ്ജി ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് പബ്ജി ഗെയിമിൽ നിങ്ങൾ തോറ്റു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പബ്ജി ഗെയിമിൽ ഒരു എനിമീസിനൊക്കെ നമുക്ക് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് നല്ല പവർഫുൾ ആയിട്ടുള്ള ബെസ്റ്റ് ഗണ്ണ് ഏതാണ് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയണം. അതുപോലെ തന്നെ പബ്ജിയിലെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്, അതായത് കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ പബ്ജി ഗെയിം കളിക്കുന്ന എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ പബ്ജി ഗെയിം പുതുതായിട്ട് കളിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ 100% ഉപകാരപ്പെടും. അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാതെ നിങ്ങൾ പോകരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോക്ക് താഴെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടാണ് ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതിനായി ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പബ്ജി ലോഡ് എന്ന ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഈ ആപ്ലിക്കേഷനിൽ നമുക്കൊരു സെർച്ച് ബാർ ഫ്രണ്ടിൽ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ പബ്ജി ഗെയിമിൽ കൊടുത്തിരിക്കുന്ന നെയിമിലൂടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റാറ്റസ് വിവരങ്ങൾ അറിയാൻ സാധിക്കും. പിന്നെ താഴെ കാണുന്ന മൂന്നാമത്തെ ഇൻഫോ എന്ന ഓപ്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ പബ്ജിയിലെ എല്ലാവിധ ഗണ്ണുകളും കാണാം. ഇവിടെ മുകളിൽ കാണുന്ന AKM-49 എന്ന ഗണ്ണാണ് കൂടുതൽ ഡാമേജ് നൽകുന്നത്. അപ്പോൾ പബ്ജിയിലെ അനിമേഷനൊക്കെ പെട്ടെന്ന് കൊല്ലാനായിട്ട് ഇതിൽ സാധിക്കും. അപ്പോൾ എല്ലാവിധ ഗണ്ണുകളും ഇവിടെ കാണാം. G360, അതുപോലെ തന്നെ MK43, 47, 49 ഉണ്ട്. അതുപോലെ തന്നെ M762 എന്നതിൽ 47 ഡാമേജ് ഉള്ള ഗണ്ണുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ബെസ്റ്റ് ഗണ്ണ് ഏതാണെന്ന്. പിന്നെ മുകളിൽ എയർ റൈഫിൽ പോയി കഴിഞ്ഞാൽ AKM-ഉം ഗ്രോസോയുമാണ് ഏറ്റവും പെട്ടെന്ന് കൂടുതൽ ഡാമേജ് നൽകുന്ന ഗണ്ണ്. അപ്പോൾ പബ്ജിയിൽ ഈ ഗണ്ണ് ലൂട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഈ ഗണ്ണ് കൊണ്ട് നമുക്ക് ഒരു എനിമിയെ പെട്ടെന്ന് തന്നെ കൊല്ലാനായിട്ട് സാധിക്കും. അതുപോലെ SR-ൽ സ്നൈപ്പർ ഗണ്ണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ AWM ഗണ്ണാണ് ബെസ്റ്റ് പവർഫുൾ ഗണ്ണ്. ഇതിൽ നമുക്ക് സിംഗിൾ ഷോട്ടിൽ തന്നെ ഒരു എനിമിയെ നമുക്ക് കൊല്ലാനായിട്ട് സാധിക്കും. പിന്നെ കാർ 98 M24, M79 വിൻ 94 ആണ്. ഇത് ഷോട്ട് ഗണ്ണ് ആയി സ്നൈപ്പേഴ്സിന് യൂസ് ചെയ്യാൻ സാധിക്കുക. DP28 ഗണ്ണ് AKM-നേക്കാളും ഡാമേജ് കിട്ടും. DP28-ൽ റീലോഡിങ് കുറച്ച് സ്ലോ ആണ്, ബട്ട് നല്ല പവർഫുൾ കില്ലർ ഗണ്ണാണ്. റീകോയിലിംഗ് കുറച്ച് കുറവായതുമായ ഗണ്ണുമാണ്. പിന്നെ നിങ്ങൾക്കറിയാം DMR, SG, SMG റൈഫിലും ഇതിലൊക്കെ തന്നെ എത്ര ഡാമേജ് കിട്ടും എന്നുള്ളത് അതിന്റെ സൈഡിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. ഇനി മുകളിൽ രണ്ടാമത്തെ ഓപ്ഷനിൽ മേലെ വെപ്പൻസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പബ്ജിയിലെ ക്രോബർ, മെഗാറ്റ്, പാൻ അങ്ങനെ കുറച്ച് വെപ്പൻസ് ഉണ്ട്. ഇതിൽ പാനാടെക്കിലാണ് കൂടുതൽ ഡാമേജ് ഉള്ളത്. അപ്പോൾ ഇത് പബ്ജി കളിക്കുന്ന എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അത് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ ത്രോബിൾ ഓപ്ഷനിൽ ഗ്രാനൈറ്റ്, മോലോവ് കോക്ടെയിൽ ഇതൊക്കെ നമുക്ക് പബ്ജിയിൽ അറിയുന്നതാണ്. പിന്നെ നാലാമത്തെ ഓപ്ഷനിൽ അമ്മിനേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഗണ്ണിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന ബുള്ളറ്റുകൾ കാണാം. അതായത് ഏത് ഗണ്ണിലേക്ക് സപ്പോർട്ട് ചെയ്യുന്ന ബുള്ളറ്റുകളാണ്, ഏത് ബുള്ളറ്റാണ് ഏത് ഗണ്ണിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ പബ്ജി സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. പിന്നെ ഇവിടെ സേവ്സും ഫോർഗട്സും സ്കോപ്പ് ഏതൊക്കെയെന്നൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ ഓപ്ഷനിൽ ബാഗ്, അതുപോലെ തന്നെ ഹെൽമെറ്റ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള ഹെൽമെറ്റും സ്പേസ് കൂടിയ ബാഗൊക്കെ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. പിന്നെ പബ്ജിയിലെ മെഡിസിറ്റ്, പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വെഹിക്കിൾസ് ഏതൊക്കെ പബ്ജിയിൽ കിട്ടുമെന്നൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഡാമേജ് കാൽക്കുലേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കും എനിമിക്കും എത്ര ഷോട്ടിലാണ് കില്ല് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് മുകളിൽ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഹെൽമെറ്റ്, അതുപോലെ തന്നെ ലൈഫ് ജാക്കറ്റ്, അതുപോലെ തന്നെ ഗണ്ണൊക്കെ സെലക്ട് ചെയ്യാം. എന്നിട്ട് എനിമീസിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെയും രണ്ടും നമുക്ക് എന്താക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെഡ് ലെവൽ, ബോഡി ലെവലൊക്കെ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാമേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും ഡാമേജ് കൂടിയ ഗണ്ണൊക്കെ കമ്പയർ ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ താഴെ കാണുന്ന ഒരു മാപ്പ് ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പബ്ജി മാപ്പ് അവൈലബിൾ ആണ്. ഇതിൽ ഇറാങ്കൽ മാപ്പിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്.
അതിൽ ഗ്രാഗസ് എന്ന ബ്ലൂ കളർ ഐക്കൺസ് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹൈ ചാൻസ് ഓഫ് വെഹിക്കിൾസ്, അതായത് കൂടുതൽ വെഹിക്കിൾസ് ലഭിക്കുന്ന പ്ലേസുകളാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മാപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ റെഡ് റൗണ്ട്, അതിൽ നമുക്ക് റെഡ് സൂം വരുന്ന സ്ഥലങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇത് ഒരു ഹൈ റിസ്കി മാപ്പാണ്, ഒരുപാട് എനിമീസും ഒക്കെ ഇറങ്ങുന്ന സ്ഥലം. യെല്ലോ മാർക്കിൽ കാണിച്ചിരിക്കുന്നത് മീഡിയം ആയിട്ട് ആളുകൾ ഉണ്ടാവാനും ഇല്ലാതിരിക്കാനും സാധ്യതയുള്ള സ്ഥലങ്ങൾ. അതുപോലെ ഹെൽമെറ്റ് സിമ്പിളിൽ കാണിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ലൂട്ടിംഗ് ലഭിക്കുന്ന പ്ലേസ്, ബോട്ട് എവിടെ ലഭിക്കും, എല്ലാവിധ ഡീറ്റെയിൽസും മാപ്പിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ എല്ലാം മാപ്പിൽ നമുക്ക് സൂം ചെയ്തിട്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. കൂടാതെ മാപ്പിൽ സേഫ് ആയിട്ടുള്ള സ്ഥലവും നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ മറ്റു മാപ്പൊക്കെ ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഈ ആപ്ലിക്കേഷനിൽ താഴെ മോർ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷന്റെ മറ്റു സെറ്റിംഗ്സും ഫീച്ചറും ഒക്കെയാണ്. ഇനി ഇവിടെ കമ്മ്യൂണിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ നിന്നും ഒരുപാട് പബ്ജി ഫ്രണ്ട്സിന് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഗ്രൂപ്പുകൾ ഒക്കെ നമുക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. ഓരോ ടീമിനെ നമുക്ക് ഗ്രൂപ്പായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്നും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ഈ ആപ്ലിക്കേഷൻ്റെ മെനു ബാറിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ പബ്ജി ഗെയിം കളിക്കുന്നവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെയധികം 100% ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ഇതുപോലെ കിഡ്ലൻ വീഡിയോസുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.